ഒരുവിധമുള്ള ബി.ജെ.പി പ്ലാനുകൾ മുൻകൂട്ടി കണ്ട് അതിനെ പ്രവചിക്കുക എന്നതാണ് കെജ്രിവാൾ ചെയ്യുന്നത്. അത്തരത്തിൽ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഡൽഹി എം.പി രമേശ് ബിധൂരി ആയിരിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞ കെജ്രിവാളിനെതിരെയാണ് അമിത് ഷാ എത്തിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ കെജ്രിവാളിന് എങ്ങനെ പറയാനാകുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഇവിടെ ഉന്നയിച്ചത്. എ.പി അധ്യക്ഷൻ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും പൊതുജനങ്ങളുടെ ധാരണയിൽ കൃത്രിമത്വം കാണിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അമിത് ഷാ തിരിച്ചടിച്ചു. ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കാൻ കെജ്രിവാളിന് കഴിയുമോ? അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം ആരാണ്? എന്നിവയാണ് ചോദ്യങ്ങൾ. 2023 സെപ്റ്റംബറിൽ അംറോഹ എം.പി ഡാനിഷ് അലിക്കെതിരെ ഇസ്ലാമോഫോബിക് അധിക്ഷേപങ്ങൾ ഉപയോഗിച്ചപ്പോൾ ബിധൂരി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇത് വലിയ വിവാദത്തിന് കാരണവുമായി. ഈ മാസം ആദ്യം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ കവിളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും അതിഷിയുടെ കുടുംബപ്പേര് മാറ്റവും വിവാദമായിരുന്നു. ഈ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ബി.ജെ.പിയിൽ നിന്നും ഒരു റാപ്പ് നേടിക്കൊടുത്തു. അവയിൽ ചിലതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിരുന്നു. അയാളെ അതിഷിക്കെതിരെ കൽക്കാജി മണ്ഡലത്തിൽ നിർത്തുമെന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. എന്നാൽ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് കെജ്രിവാളിന്റെ ശ്രമമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത്. കൂടാതെ ഡൽഹി മദ്യനയ കേസിൽ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് കെജ്രിവാളിന് കോടതിയുടെ വ്യവസ്ഥകൾ ബി.ജെ.പി നേതാവ് ആർ.പി. സിംഗ് ഓർമ്മിപ്പിച്ചു. കൂടാതെ പ്രതിപക്ഷ പാർട്ടി ശീഷ് മഹൽ എന്ന് പരിഹസിച്ച ഡൽഹിയുടെ മുഖ്യമന്ത്രി ബംഗ്ലാവിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ബി.ജെ.പിയുടെ മോശം പ്രകടനം ഉയർത്തിക്കാട്ടി കഴിഞ്ഞ ദശകത്തിൽ പാർട്ടി നിർമ്മിച്ചത് 4700 വീടുകൾ ആണെന്ന് കെജ്രിവാൾ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് അമിത് ഷാ ഉയർത്തി കാണിച്ചത് എ.പി.യുടെ ശീഷ് മഹലിലെ ടോയ്ലറ്റ് പദ്ധതിയെക്കുറിച്ചാണ്. കെജ്രിവാളിന്റെ ശീഷ് മഹലിലെ ടോയ്ലറ്റിന് ദേശീയ തലസ്ഥാനത്തെ ചേരികളേക്കാൾ വില കൂടുതലാണ്. അടുത്തുള്ള 5 വർഷത്തിനുള്ളിൽ ഡൽഹിയിലെ എല്ലാ ചേരികളും തകർത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഭവനരഹിതരാക്കുമെന്ന് ആണ് ബി.ജെ.പി പദ്ധതിയിടുന്നതെന്നും കെജ്രിവാളിന്റെ ആരോപണത്തിന് മറുപടി നൽകിയത് എന്തുകൊണ്ട് നിങ്ങൾ ഭരിച്ചിട്ടും ലോകത്തിലെ ഏറ്റവും വൃത്തിഹീനമായ നഗരമായി ഡൽഹി മാറി എന്ന് ചോദിച്ചുകൊണ്ടാണ്. രാജ്യത്തുടനീളമുള്ള 3.58 കോടിയിലധികം ദരിദ്രർക്ക് പ്രധാനമന്ത്രി മോദി വീടുകൾ നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്തിടെ നടന്ന ഒരു സംഭവ വികാസത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ ഡിസംബർ 7-ന് ഷുക്കൂർ ബസതി ചേരി പ്രദേശത്തിന്റെ ഭൂവിനിയോഗം മാറ്റി പൊളിക്കലിന് വഴിയൊരുക്കിയതായിട്ടും കെജ്രിവാൾ വെളിപ്പെടുത്തിയപ്പോൾ ഒരു കാലത്ത് അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ഇപ്പോൾ ഇത്രയും വലിയ അഴിമതി നടത്തിയെന്ന് എ.പി മേധാവിക്കെതിരെ വിമർശനം മൂർച്ച കൂട്ടിക്കൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി പറഞ്ഞത്. പരസ്പരം മൂർച്ച കൂട്ടിയും തമ്മിലടിച്ചും ഡൽഹി തിരഞ്ഞെടുപ്പ് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ആരെ വാഴിക്കണം ആരെ വാഴിക്കണ്ട എന്ന വലിയ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം ഡൽഹി ഉള്ളത്.